വോട്ട് വഴി യാത്ര ചെയ്തിപ്പോൾ കൊല്ലത്തെത്തിയിരിക്കുന്നു. വോട്ട് വഴി സംഘം ഇപ്പോഴുള്ളത് വിജയകുമാരി അമ്മയുടെ വീട്ടിലാണ്. പ്രശസ്ത സിനിമ, നാടക നടി എന്നതിലുപരി ഒ മാധവന്റെ ഭാര്യ, മുകേഷിന്റെ അമ്മ എന്നീ നിലകൾ കൂടി വിജയകുമാരി അമ്മയെ പരിചയപ്പെടുത്തേണ്ടിയിരിക്കുന്നു. സ്വാഗതം. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന ഏറെ രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ നാടകത്തിലൂടെയാണ് അമ്മയുടെയും കലാജീവിതത്തിന്റെ തുടക്കം. അതോടുകൂടി തന്നെയാണ് ഒരു ഇടതുപക്ഷ സഹയാത്രിക അല്ലെങ്കിൽ ഇടതുപക്ഷ സഹയാത്രികയായി തുടർന്നത്. അതല്ല, ഞങ്ങൾ ചെറുതിലേ മുതലേ ഇവിടെ RSP ആയിരുന്നു. RSP ഞങ്ങളുടെ അമ്മയൊക്കെ ഒരു ഫാക്ടറി പോകുന്നതാണ്. അന്നേരം RSP അതും ചുമപ്പ് കൊടിയ, എന്താ കമ്മ്യൂണിസം എന്നൊന്നും അറിഞ്ഞൂടാ. ആ ഒരിത് കണ്ടും കേട്ടുമാണ് വളർന്നു വന്നിട്ടുള്ളത്. അങ്ങനെ ആയി കമ്മ്യൂണിസ്റ്റാക്കിയ നാടകത്തിൽ പോകുന്നത് ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അവിടെ ചെന്ന് ഒരു നാടകം കളിക്കാൻ പോയതാണ്. അവരുടെ ഒരു വാർഷികത്തിന് ഒരു കൊച്ചുകുട്ടിയെ വേണമായിരുന്നു. അവർ ഇങ്ങനെ തിരക്കി നടന്ന്, അന്നേരം അവരുടെ അതിനനുസരിച്ച ഒരു കുട്ടിയെ കിട്ടിയില്ല. അങ്ങനെ വന്ന് എന്നെ കണ്ട് ഇഷ്ടപ്പെട്ട്, സ്കൂളിൽ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് ഒരു നാടകത്തിന് വേണ്ടി പോയതാണ്. പക്ഷേ കളിച്ച് വന്നപ്പോഴത്തേക്ക് ആ നാടക ഉദ്ഘാടനത്തിന് തന്നെ 32 നാടകം ബുക്ക് ചെയ്ത് പാർട്ടിക്കാർ. അങ്ങനെ ആയപ്പോഴത്തേക്ക് ഈ ചെല്ലുന്ന സ്ഥലമെല്ലാം ഭയങ്കര സ്വീകരണവും, ഭയങ്കര എപ്പോഴും കാറിനകത്ത് പോകാം, ഭയങ്കര ചാപ്പാട്, ഇതൊക്കെയാണ് നമ്മളെ നോട്ടങ്ങൾ. അങ്ങനെ അങ്ങ് ദിവസേന നാടകം കളിയായി. അങ്ങനെ അവസാനം എനിക്ക് ആ 8ാം ക്ലാസ് പരീക്ഷ എഴുതാൻ പോലും സാധിച്ചില്ല. അന്നേരം ഞാൻ വടക്കേന്ത്യയിൽ പോയി, ബോംബെയിൽ നാടകത്തിന്. അങ്ങനെ അവിടെ വെച്ച് പഠിത്തം നിർത്തിയെന്ന് വെച്ചാൽ സ്കൂളിൽ പോകത്തില്ല, പോകാൻ സമയമില്ല. ഡെയിലി 2-3 നാടകം വെച്ചാണ് കമ്മ്യൂണിസ്റ്റാക്കി കളിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ കമ്മ്യൂണിസ്റ്റാക്കി തന്നെ സത്യത്തിൽ ഒരു 5000 കളിച്ചിട്ടുണ്ട് ഞാൻ കമ്മ്യൂണിസ്റ്റാക്കി. അത് കഴിഞ്ഞ് ഒരു 5-6 വർഷം ആയപ്പോഴത്തേക്കാണ് അവിടുന്ന് മാറി കാളിദാസ കലാകേന്ദ്രമുണ്ട്. അപ്പോഴത്തേക്ക് എൻ്റെ കല്യാണം കഴിഞ്ഞ്, അത് ഇങ്ങനെ മാഞ്ചേട്ടൻ ആലോചിച്ച് വന്ന കല്യാണം, അതേ കഴിക്കാവൂ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളത്, അല്ലാതെ ലവ് മാരേജ് ഒന്നുമല്ല. അങ്ങനെ ആലോചിച്ച് അവരുടെ വീട്ടിൽ നിന്ന് വന്ന് അന്നേരം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ച്. അന്നേരം പിന്നെ അങ്ങ് കമ്മ്യൂണിസ്റ്റായെന്ന് വെച്ചാൽ ഞങ്ങളെ അമ്മയും കമ്പനിയിൽ പോകുന്നില്ല, ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ അങ്ങ് ആയിക്കഴിഞ്ഞ്. പിന്നെ അന്ന് മുതലേ ഞങ്ങൾ പാർട്ടി ഒന്നും മാറിയിട്ടില്ല, കമ്മ്യൂണിസ്റ്റ് തന്നെ അന്ന് മുതൽ ഇന്ന് വരെ. ഇനി മാറാനും ഉദ്ദേശിക്കുന്നില്ല. ഇപ്പൊ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അമ്മ തന്നെ നേരത്തെ പറഞ്ഞു, ഒരുതരം മടുപ്പാണ് വോട്ട് ചെയ്യാൻ. പൊതുവെ ജനങ്ങൾക്കിടയിലും അങ്ങനെ ഒരു മടുപ്പ്. ഒരുപാട് പേര് പറയാ, എന്തിനാ വോട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇത് കേട്ട് ഇങ്ങനെ നിൽക്കും. ആളുകൾ അങ്ങ് മടുത്ത് ഈ ഒരു സംഗതി കൊണ്ട് ഇങ്ങനെ ഒരു ബഹളമൊന്നും വെക്കണ്ട. ആൾക്കാരെ ഇട്ട് അങ്ങ് ചെന്ന് ശല്യം ചെയ്ത് ഞങ്ങൾക്ക് ചെയ്യണേന്ന് പറയേണ്ട കാര്യമില്ല. അവർ തീരുമാനിക്കട്ടെ വോട്ട് ആർക്ക് ചെയ്യണമെന്ന്. ഈ പരസ്യവും ഇതും ഒന്നും വേണ്ടെന്നുള്ളതാണ് എൻ്റെ ഈ എളിയ ഒരു അഭിപ്രായം. ഈ കൊച്ചു കലാകാരി നമുക്ക് ഈ അഭിനയിക്കാൻ പോയാലേ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ, അല്ലാതെ വേറെ ഒന്നും നമുക്ക് ഒക്കുകയല്ല. എനിക്ക് അറിഞ്ഞുകൂടാ, അഭിനയം മാത്രമേ അറിയത്തുള്ളൂ. ഇടയ്ക്ക് മുകേഷ് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് അല്ലെങ്കിൽ മത്സരിക്കും എന്നുള്ള ഒരു വാർത്തകൾ ഉണ്ടായിരുന്നു, പിന്നീടൊന്നും കേട്ടില്ല. അത്തരം ഒരു പദ്ധതി എന്തെങ്കിലും? അത് അവര് നേരത്തെ എല്ലാം പ്ലാൻ ചെയ്ത് വെക്കുന്നതല്ലേ. ഷൂട്ടിങ് ഇന്ന സ്ഥലത്ത്, വെളിയിൽ പോകാനുള്ള കാര്യങ്ങൾ, ഇതൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടേ മാറാനൊക്കത്തില്ല. ഉടനെ ഒന്ന് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ അതൊന്നും ശരിയാവത്തില്ല. അതൊക്കെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തും. അന്നേരം നമുക്ക് ആൾക്കാർക്ക് ഒരാഗ്രഹമുണ്ട്, നിന്ന് കഴിഞ്ഞാൽ മാഞ്ചേട്ടൻ ചെയ്ത കണക്കൊക്കെ വല്ലതും അവനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടാവും. നമുക്കതിൽ നിന്നൊന്നും വേണ്ട. നമ്മൾ ഈ കലയിൽ കൂടെ തന്നെ മാഞ്ചേട്ടനും അതെ തള്ളിക്കയറി ചെന്ന് എനിക്ക് സീറ്റ് താന്നൊന്നും പറയത്തില്ല, അതിൻ്റെ ആവശ്യമില്ല. പിന്നെ അവസരം വരുമ്പോഴത്തേക്ക് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവർ ചെയ്യും എന്നുള്ളതേ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഇപ്പോൾ ഇന്നസെന്റ് മത്സരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ മുകേഷ് ചേട്ടൻ ഒരു രാഷ്ട്രീയക്കാരനായി അറിയപ്പെടാൻ അമ്മയ്ക്ക് ആഗ്രഹമുണ്ടോ? അത് പാവങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഭയങ്കര ആഗ്രഹമാണ് എനിക്ക്. എന്തെങ്കിലും ഒരു ഇത് വരിക എന്നുണ്ടെങ്കിൽ
അവരും ഈ ഈ പാർട്ടി അടിസ്ഥാനം ഇതെല്ലാം കണ്ടും കേട്ടും വളർന്നിട്ടുള്ളതല്ലേ. ഒരു അനീതിക്ക് ഇതുവരെ ഇവിടെ അങ്ങനെ കൂട്ടു നിന്നിട്ടില്ല. മാഞ്ചേട്ടൻ എത്ര വർഷം ഇവിടെ ഇരുന്നിട്ടുണ്ട്. ഏതൊരു പാവപ്പെട്ടവരുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാലും മാഞ്ചേട്ടൻ അത് സഹായിച്ചു കൊടുക്കും, അർഹതപ്പെട്ടതാണെങ്കിൽ. അങ്ങനെ ഒരു കൈക്കൂലി മേടിക്കുകയോ ഒന്നും ചെയ്യല്ല. അതിൽ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് കണക്ക് തന്നെ എന്ത് റോഡുകളാണ് നമ്മുടെ സ്ഥലത്തൊക്കെ അങ്ങ് അരിഞ്ഞ് തള്ളിയിട്ട് അങ്ങ് റോഡ് കൊടുത്തേക്കുക, ഗതാഗതം വേണം എന്നും പറഞ്ഞ്. എന്തായാലും അമ്മ ഒരുപാട് നന്ദിയുണ്ട്. വോട്ട് വഴിയിൽ കാണാൻ സാധിച്ചതിനും രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ പങ്കുവച്ചതിനും ഒരുപാട് നന്ദി. രാഷ്ട്രീയമായിട്ടൊന്നും അത്ര വലിയ ഇതൊന്നുമില്ല. പിന്നെ അറിയാവുന്ന കാര്യങ്ങൾ വെച്ചിട്ട് വല്ല നമുക്ക് ആരോടും ഒരു പരിഭവമോ പരാതിയോ ഒന്നുമില്ല. പക്ഷെ നല്ല കാര്യങ്ങൾ ചെയ്യണം, അത്രേ ഉള്ളൂ. ഈ ഇലക്ഷൻ വരുമ്പം മാത്രം ഈ കിടന്ന് ബഹളവും എല്ലാവർക്കും സ്ഥാനാർത്ഥിയാവണം. ഇവർക്ക് എന്നിട്ട് എന്തോ അവിടെ ചെയ്യാനാ? ഇത് കഴിയുമ്പോഴത്തേക്കേ പിന്നെ കാണത്തില്ല ഇവരെ ആര്. അതേസമയം നല്ല കഴിവുള്ളവർ പോയിട്ട് വല്ലതും നടത്തട്ടെ അവിടെ. അത് ഇങ്ങനെ ഒരു അവസരം തന്നതിൽ വളരെ സന്തോഷം. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ വല്ല തെറ്റോ വല്ല ഇത് കൊണ്ടെന്നുണ്ടെങ്കിൽ ആൾക്കാർ ക്ഷമിക്കണം. വോട്ട് വഴി യാത്ര തുടരുന്നു.